കനത്ത ഷെല്ലിംഗ് ഇപ്പോൾ പാക് അധീന കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നടക്കുകയാണ്. INS വിക്രാന്ത് മൂവ് ചെയ്യുന്നു. ഇന്ത്യ ഗേറ്റ് ഇപ്പോൾ പൂർണ്ണമായും ബ്ലാക്ക് ഔട്ടിലായിരിക്കുന്നു. വാഹനങ്ങൾ അവിടെ നിർത്താൻ അനുവദിക്കില്ല. ഇന്ത്യൻ നഗരങ്ങൾ ഹൈ അലർട്ടിലാണ്. ഒരുപക്ഷെ എല്ലാ തരത്തിലുള്ള പഴുതുകളും അടയ്ക്കുകയായിരിക്കാം. ഒരു തരത്തിലുള്ള പാകിസ്ഥാൻ അറ്റാക്കും ഇന്ത്യൻ മണ്ണിലേക്ക് അനുവദിക്കുകയില്ല. പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം നിഷ്ഫലമാക്കി കഴിഞ്ഞു. ഇത് INS വിക്രാന്തിന്റെ ദൃശ്യങ്ങളാണ്. INS വിക്രാന്ത് ഇപ്പോൾ മൂവ് ചെയ്യുന്നു എന്നാണ് ലഭ്യമാകുന്ന എല്ലാ വിവരങ്ങളും. ഈ അറ്റാക്കിന്റെ വിശദമായ വിവരങ്ങൾ, കൺഫേം ചെയ്ത വിവരങ്ങൾ നമുക്ക് വരേണ്ടതുണ്ട്. അതുകൊണ്ട് മാത്രമാണത് ഊന്നി പറയാത്തത്. കര, നാവിക, വ്യോമ സേനകൾ ഓപ്പറേഷനിലാണ്. വളരെ വളരെ നിർണായകമായ ഒരു ദിനമാണിന്ന്. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ വസതിക്ക് സമീപം തന്നെ സ്ഫോടന ശബ്ദങ്ങൾ ഉയരുന്നു. ഷഹബാസ് ഷെരീഫിന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറേണ്ടി വരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ പാകിസ്ഥാന്റെ F-16 വിമാനങ്ങൾ വീഴ്ത്താൻ കഴിയുന്നു. ഇങ്ങനെ വളരെ വളരെ നിർണായകമായി പുരോഗമിക്കുകയാണ് ഈ രാത്രി. അനന്തകൃഷ്ണൻ, ഇന്ത്യ വളരെ കൃത്യമായി ഓരോ ദിവസവും വ്യക്തമാക്കിക്കൊണ്ടിരുന്നത് പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും, അനുപാതപരമായിരിക്കും ഇന്ത്യയുടെ നിലപാടുകൾ എന്നുള്ളതാണ്. പാകിസ്ഥാൻ ഇങ്ങോട്ട് അടിച്ചാൽ അതുപോലെ അങ്ങോട്ട്. പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ ഇന്ന് രാത്രി നടത്തിയിട്ടുള്ള ആക്രമണം പൊറുക്കാൻ കഴിയാത്തതായിരുന്നു. അതിന് കനത്ത തിരിച്ചടി പാകിസ്ഥാൻ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അഭിലാഷ്, കാരണം വളരെ മാന്യമായിട്ടുള്ള തിരിച്ചടികളാണ് ഇന്ത്യ ഇതുവരെ ഇന്ന് പകൽ വരെ പാകിസ്ഥാന് നൽകിയിരിക്കുന്നത്. പക്ഷേ ക്ഷമിക്കാവുന്നതിൻ്റെ അപ്പുറം പാകിസ്ഥാൻ പോയിരിക്കുന്നു. നമ്മളുടെ അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ ഡ്രോണുകളും പാക് വിമാനങ്ങളും കടന്നു വന്നത് വളരെ ദുരുദ്ദേശത്തോടു കൂടിയാണ്. പാക് മിലിറ്ററി ആക്രമിക്കാൻ ശ്രമിച്ചത് ഇന്ത്യൻ വ്യോമതാവളങ്ങളെയാണ്, ഇന്ത്യൻ മിലിറ്ററി ഏരിയയാണ്, ഇന്ത്യൻ ജനവാസ മേഖലകളെയാണ്. അപ്പോൾ തിരിച്ചടി ഭയങ്കരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും മനോഹരമായ ചില ഫോട്ടോകളൊക്കെ വരുന്നുണ്ട്. INS വിക്രാന്ത് കടലിൽ കൂടി, നീലക്കടലിൽ കൂടി കറാച്ചിയിലെത്തി എന്ന് സൂചനകൾ. പക്ഷേ അതൊന്നും സ്ഥിരീകരിക്കാൻ പറ്റുന്ന ചിത്രങ്ങളല്ല. അത്തരം ചിത്രങ്ങൾ വരുന്നുണ്ട്. കറാച്ചി കേന്ദ്രീകരിച്ച് INS വിക്രാന്തിന്റെ ഓപ്പറേഷൻ തുടങ്ങി എന്നുള്ളത് ഈ സമയത്ത് വരുന്ന വാർത്തയാണ്. അങ്ങനെയെങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ പ്രതിരോധം അല്ലെങ്കിൽ തീർക്കേണ്ടി വരുന്നൊരവസ്ഥ. കാരണം പാകിസ്ഥാൻ പൂർണ്ണമായും പ്രതിരോധത്തിലായിരിക്കുന്നു. ഇന്ത്യ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു എന്ന് പറയാം. ഈ ഘട്ടത്തിൽ ഇസ്ലാമാബാദ് കേന്ദ്രീകരിച്ച് വലിയ എയർ സ്ട്രൈക്ക് നടക്കുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വീടിന് സമീപം സ്ഫോടനം നടക്കുന്നു. പാക് പ്രധാനമന്ത്രിയെ പറ്റി ഈ ഘട്ടത്തിൽ വിവരങ്ങളൊന്നുമില്ല. അവരുടെ ഔദ്യോഗിക വിവരങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. പാക് പ്രധാനമന്ത്രിയെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി എന്നൊക്കെയുള്ള വിവരങ്ങളുണ്ട്. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് വരും മണിക്കൂറിൽ അറിയാം. പാകിസ്ഥാൻ പ്രധാനപ്പെട്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ എയർ സ്ട്രൈക്ക് ഇന്ത്യ നടത്തിയിരിക്കുന്നു. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മാന്യതയുടെ എല്ലാ അതിർവരമ്പും ക്ഷമയുടെ എല്ലാ അതിർവരമ്പും ഇന്ത്യ കാത്തു സൂക്ഷിച്ചതാണ്. പക്ഷേ അതിനപ്പുറം പാകിസ്ഥാൻ പോയിരിക്കുന്നു. ഇന്ത്യൻ ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ പാകിസ്ഥാൻ പദ്ധതിയിട്ടിരിക്കുന്നു. ഇന്ത്യൻ നഗരങ്ങളെ ആക്രമിക്കാൻ അവർ ഒരുമ്പെട്ടു. ഇത് ഇന്ത്യ ക്ഷമിക്കില്ല. അതിനുള്ള മറുപടി, കനത്ത മറുപടി, നേരത്തെ വിദേശകാര്യമന്ത്രി പറഞ്ഞതുപോലെ അതിൻ്റെ വലിയ കനത്ത മറുപടിയാണ് ഇപ്പോൾ പാക് ആകാശത്ത് നടക്കുന്നത്. കരസേനയും വ്യോമസേനയും നാവികസേനയും പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന വാർത്തകളാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, എത്രയേറെ ഡ്രോണുകൾ വന്നിട്ടും ഇത്രയേറെ യുദ്ധവിമാനങ്ങൾ വന്നിട്ടും ഇന്ത്യൻ അതിർത്തി കടന്ന് ഒരു നഗരങ്ങളെ പോലും ആക്രമിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് നമ്മളുടെ സേനയുടെ കരുത്ത് വ്യക്തമാകുന്നത്. നേരത്തെ തന്നെ ഇന്ത്യൻ സേനയുടെ ഔദ്യോഗിക പത്രക്കുറിപ്പ് പുറത്തു വന്നതാണ്. വലിയ ആക്രമണം ഇന്ത്യ കഴിഞ്ഞ മണിക്കൂറുകളിൽ നേരിട്ടു. പക്ഷേ ഒരു നഷ്ടം പോലും ഇന്ത്യൻ മണ്ണിൽ വരുത്താൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല എന്ന അഭിമാനകരമായ ഒരു പത്രക്കുറിപ്പാണ് നേരത്തെ ഇന്ത്യൻ സേന പുറത്തുവിട്ടത്. അതിന് തൊട്ടു പിന്നാലെയാണ് ലാഹോറിൽ, ഇസ്ലാമാബാദിൽ, കറാച്ചിയിലൊക്കെ വലിയ ആക്രമണങ്ങൾ ഇന്ത്യൻ വ്യോമസേന നടത്തുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നത്. അതിനൊപ്പമാണ് ജമ്മു POK കേന്ദ്രീകരിച്ച് ഇന്ത്യയുടെ വലിയ ഷെല്ലിംഗ് നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഷെല്ലിംഗ് POK കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇന്ത്യൻ കാലാൾപ്പട POK ലക്ഷ്യമാക്കി നീങ്ങുന്നു എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് സ്ഥിരീകരണമില്ലെങ്കിലും കാലാൾപ്പട അനങ്ങി തുടങ്ങിയിരിക്കുന്നു. INS വിക്രാന്തിന്റെ നേതൃത്വത്തിൽ നാവികസേന അറബിക്കടലിൽ നിന്ന് കറാച്ചി തീരത്തേക്ക് മുന്നോട്ട് പോകുന്നു. അങ്ങനെയെങ്കിൽ കറാച്ചിയും ആക്രമണ മുറയിലാണ്.